നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള ബേസ്ഡ് ഹിസ്റ്ററിയാണ് 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള SCRT ബേസ്ഡ് റിവിഷൻ പ്ലാനിൻ്റെ ഭാഗമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുൻപും കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനലിൽ. ഇതുവരെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ചാനലിൽ ചെക്കൗട്ട് ചെയ്യുക. നല്ല വീഡിയോസ് ആണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിച്ചേക്കാം കേട്ടോ. പിന്നെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് താഴെയുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പം കേരള ഹിസ്റ്ററി വരുമ്പം ഇവിടെ 6ാമത്തെ മൊഡ്യൂളിലാണ് വരുന്നത്. ജനറൽ പേപ്പറിൽ സിലബസിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും. 10 മാർക്കിന് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ചോദ്യം വരാൻ പോകുന്നത്. നമ്മളിതിനെ റെഫർ ചെയ്തിട്ടുള്ളത് 8ാം ക്ലാസ്സിലെ യൂണിറ്റ് 8 ആ ഒരു ഭാഗമാണ്, ദേശീയ പ്രസ്ഥാനവും കേരളവും. ഇതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവറായി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ 1-2 അഡീഷണൽ ഫാക്ട്സും ആഡ് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അഡീഷണലി PDF-ന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങളെ പറ്റി പറയുമ്പം നമ്മൾ കൊളോണിയൽ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ആയാലും കേരള ആയാലും പ്രധാനമായിട്ടും നമ്മൾ ചേർത്ത് നിന്നിട്ടുള്ളത് ബ്രിട്ടീഷ് ശക്തികളോടാണ്, അല്ലേ? ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനായിട്ടും അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കാനായിട്ടും ഇവിടേക്ക് ഒരുപാട് യൂറോപ്യൻ ശക്തികൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പൊരുതി നിന്നിട്ടുള്ളത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടായിരുന്നു, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് നാട്ടുരാജ്യങ്ങളായിരുന്നു ആ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരുടെയും മുഖ്യ ശത്രു ആയിരുന്നു ആര്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പം ഇവിടെ പറയുന്നതിൽ പ്രധാനമായിട്ട് ഈ ഒരു പോയിന്റാണ് ഓർത്തിരിക്കാനുള്ളത്. കേരളത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ട് ഭരിച്ചിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് മലബാറാണ്. അപ്പം മലബാറായിരുന്നു കേരളത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ വന്നത്. കൊച്ചിയും തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിന് കീഴിലുമാണ് നിലനിന്നിരുന്നത്. ഈ ഒരു കാര്യം മാത്രമേ ഇവിടെ ഓർക്കാനുള്ളൂ. ഇത് ഒരു PYQ ആണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. മലബാറാണ് ഡയറക്റ്റ് ബ്രിട്ടീഷ് കൺട്രോളിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊവിൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പഴശ്ശിരാജയുടെ ഒരു റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ പഴശ്ശി റിവോൾട്ട് എന്ന് നമ്മൾ പറയുമല്ലോ, പഴശ്ശീൻ്റെ യുദ്ധം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇവിടെ ഒരു കുറച്ച് വരി കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഈ വരി വായിച്ചില്ലെങ്കിലും ഇത് എഴുതിയത് ആരാണെന്നും ഏത് പുസ്തകത്തിൽ നിന്നുള്ളതാണെന്നും കൂടെ അറിഞ്ഞിരിക്കുക, ആരെ പറ്റിയിട്ടുള്ളതാണെന്നും അറിഞ്ഞിരിക്കുക. അപ്പം SCRT ടെക്സ്റ്റുകളിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ള അഡീഷണൽ കാര്യങ്ങളിൽ നിന്നൊക്കെ ഓഥറും അവരുടെ കൃതി ഏതാണെന്നും എന്താണ് അതിൻ്റെ പ്രമേയം എന്നുള്ള കാര്യങ്ങൾ പലപ്പോഴായിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ പഴശ്ശിരാജയെക്കുറിച്ച് P. കുഞ്ഞിരാമൻ നായർ എഴുതിയ ഒരു കൃതിയാണ് പുരളിമലയിലെ പൂമരങ്ങൾ. അപ്പം അത് ഓർത്തിരിക്കുക. പുരളിമലയിലെ പൂമരങ്ങൾ P. കുഞ്ഞിരാമൻ നായരാണ് ഓഥർ. ആരെ പറ്റിയാണ്? പഴശ്ശിയുടെ യുദ്ധത്തെ പറ്റി, പഴശ്ശിയെ പറ്റിയിട്ടൊക്കെയാണ് പാടിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി പഴശ്ശിരാജയുടെ യുദ്ധം അല്ലെങ്കിൽ പഴശ്ശിരാജയുടെ ആ ഒരു ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ആ ഒരു പ്രതിരോധം അത് എന്തായിരുന്നു, എങ്ങനെയാണ് ആ കഥ എന്ന് നമുക്ക് നോക്കാം. വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബാംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. ഇതിനു പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിവിനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാമെന്നും വ്യവസ്ഥയുണ്ടാക്കി. എന്നാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായതോടെ സ്ഥിതി മാറി. കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരോട് വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട് രാജാവ് വീരവർമ്മയെയാണ് ഏൽപ്പിച്ചത്. ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച പഴശ്ശിരാജ പുതിയ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കേണ്ടതില്ലെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇതോടെ പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കുമിടയിൽ സംഘർഷം ഉടലെടുത്തു. അപ്പൊ എന്താണ് കാരണം? ബ്രിട്ടീഷുകാരെ ശരിക്കും മലബാർ പിടിച്ചടക്കാൻ അല്ലെങ്കിൽ ടിപ്പുവിനെതിരെയുള്ള യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചത്, മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് പഴശ്ശിരാജയായിരുന്നു. അതിന് പകരമായിട്ട് അവർ നികുതി പിരിക്കാൻ, കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ ജയിച്ചു കഴിഞ്ഞപ്പം എന്തായി? അവർ പ്ലേറ്റ് മാറ്റി, അല്ലേ? അങ്ങനെ അദ്ദേഹത്തിന്റെ പഴശ്ശിരാജയുടെ അമ്മാവനായിട്ടുള്ള കുറുമ്പ്രനാട് രാജാവ് വീരവർമ്മയ്ക്കാണ് അവർ ഈ ഒരു അവകാശം കൊടുക്കുന്നത്. അപ്പം ഇതിന് എതിരെയാണ്, ഇതിനോട് പ്രതിഷേധിച്ചിട്ടാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയത്. അപ്പൊ എങ്ങനെയാണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ പ്രതിരോധം മെനഞ്ഞത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആ പ്രതിരോധ തന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു? പഴശ്ശിയുടെ താവളം വയനാട്ടിലേക്ക് മാറ്റി, തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്തു, ഒളിപ്പോര് നടത്തി. ഇത് മൂന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗങ്ങൾ. എന്തൊക്കെയാണ്? താവളം, അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാമ്പ്. കാരണം ഇവിടെ നിൽക്കുമ്പോൾ എന്ന് പറയുമ്പം ഇവിടുത്തെ കുറുമ്പ്രനാട് രാജാവ് അടക്കം അവിടെ ഭരിക്കാൻ വന്നിരുന്ന ആളുകൾ ഈ ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോടു കൂടി
ഇദ്ദേഹത്തിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് അല്ലെ. പഴശ്ശിക്കെതിരെ അവരെല്ലാരും കൂടി ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം ബ്രിട്ടീഷുകാർക്ക് വളരെ ശക്തമായ സൈന്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരോട് എതിർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സൈന്യം ഇയാൾ സ്വന്തമായിട്ട് ഇവിടുത്തെ നേറ്റീവ്സിനെ ഉപയോഗിച്ചുകൊണ്ട്, അവിടുത്തെ തദ്ദേശീയ ജനവിഭാഗങ്ങളെയും ഗോത്ര വിഭാഗങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഈ വയനാട്ടിലേക്ക് താവളം മാറ്റുന്നതും അവിടുത്തെ ജനവിഭാഗത്തെ കൂടിച്ചേർത്ത് ഗറില്ല വാർഫെയർ, ഒളിപ്പോര് നടത്താനും അതിനുള്ള ട്രെയിനിങ് ഇവർക്ക് കൊടുക്കുന്നതും ഒക്കെ. അപ്പം ഇദ്ദേഹത്തിന് ഒരു സൈന്യം, വലിയൊരു സൈന്യമൊന്നും ഇല്ല അല്ലെ. പഴശ്ശിരാജയ്ക്ക് ഒരു സൈനിക പിൻബലം നൽകുന്നത് ആരൊക്കെയായിരുന്നു? കുറിച്ച നായകൻ തലയ്ക്കൽ ചന്തു, നായർ പടയെ നയിച്ച എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ എമ്മൻ, ഇവരൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇത് ഓർത്തിരിക്കുക. തലയ്ക്കൽ ചന്തു, എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ എമ്മൻ, ഇവരൊക്കെയായിരുന്നു പഴശ്ശിരാജയ്ക്ക് എന്താണ് ഒരു സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഒരു സൈനിക ബലം കൊടുത്തത്. ഇവരും ഇവരുടെ കൂട്ടാളികളും അല്ലെ. ഇനി വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിരോധം തീർത്ത പഴശ്ശിയെ കീഴടക്കുക എളുപ്പമല്ലെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. അദ്ദേഹത്തിനെതിരെ ബഹുവിധ നടപടികളാണ് അവർ കൈക്കൊണ്ടത്. അപ്പം എന്തൊക്കെ നടപടികളാണ് ഈ പറയുന്ന പഴശ്ശിക്കെതിരെ ബ്രിട്ടീഷുകാർ കൈക്കൊണ്ടത്? എന്തൊക്കെയായിരുന്നു? തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി, പുതിയ റോഡുകൾ നിർമ്മിച്ചു, വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നത് തടഞ്ഞു. കാരണം ഇവരൊക്കെ കൂടുതലും ഈ കുറച്ചും കൂടി ഉൾക്കാടുകളിലും അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണല്ലോ ഇവർ ജീവിക്കുന്നത്. അപ്പൊ അവിടേക്ക് അരി എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷ്യക്ഷാമം ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവർ അവിടെ നിന്ന് പുറത്ത് കിടക്കും, ഈ താവളത്തിൽ നിന്ന് പുറത്തു വരും. അപ്പൊ ഇവരെ ആക്രമിക്കാം എന്നുള്ള ഒരു ധാരണയിലായിരുന്നു. ഇനി കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഈ നമ്മുടെ പഴശ്ശിരാജയും കൂട്ടരെയും പിടിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ എടുത്ത നടപടികൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രീരംഗപട്ടണം ഉടമ്പടി കൊടുത്തിട്ടുണ്ട്. ശ്രീരംഗപട്ടണം ഉടമ്പടി എന്താന്ന് വെച്ചാൽ, മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1972 മാർച്ച് 18 മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണിത്. ഉടമ്പടി പ്രകാരം ടിപ്പുവിന്റെ അധീനതയിലായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പൊ ആര് തമ്മിലാണ്? ടിപ്പു സുൽത്താനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ. എന്നാണ്? 1792 മാർച്ച് 18. ഇനി ഈ ഒരു ഉടമ്പടി പ്രകാരം ഏത് രണ്ട് സ്ഥലങ്ങളാണ്, ഏത് പ്രദേശങ്ങളാണ് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? മലബാറും കൂർഗും. അപ്പം ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് നമ്മുടെ കേരളത്തിലെ മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് പോകുന്നത്. ഇനി കമ്പനി ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിയെ നേരിടാൻ പ്രഗത്ഭരായ സൈന്യാധിപരെ നിയോഗിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തലശ്ശേരിയിലെ സബ് കളക്ടറായി വന്ന തോമസ് ഹാർവേ ബാബർ, ഈ പേര് ഓർത്തിരുന്നു കേട്ടോ, റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ചോദിച്ചിട്ടുണ്ട്. പഴശ്ശി സമര കാലത്തും അതുപോലെ തന്നെ കുറിച്യ കലാപത്തിന്റെ കാലത്തും തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്നു തോമസ് ഹാർവേ ബാബർ. അതിങ്ങനെ മൈൻഡിൽ സെറ്റാക്കി വെച്ചോ, ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ആരായിരുന്നു? തോമസ് ഹാർവേ ബാബർ കേട്ടോ. അപ്പൊ തോമസ് ഹാർവേ ബാബർ പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാനായകരെ വധിച്ചും താവളങ്ങൾ കണ്ടെത്തിയും പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. 1805 നവംബർ 30 വയനാട്ടിലെ മാവിലന്തോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു. അപ്പൊ എപ്പോഴാണ്? നവംബർ 30. എവിടെ വെച്ചാണ്? വയനാട്ടിലെ മാവിലന്തോട് എന്ന് പറയുന്ന സ്ഥലത്ത്. ഇത് ഓർത്തിരിക്കാം. ഇനി പഴശ്ശിയുടെ ശരീരമുണ്ടല്ലോ, അത് ഔദ്യോഗിക ബഹുമതികളോടെ മാനന്തവാടിയിൽ സംസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടറിന് ഈ ബാബർ, ഈ പറഞ്ഞ തോമസ് ഹാർവേ ബാബർ ഒരു കത്ത് എഴുതുന്നുണ്ട്. കാരണം അദ്ദേഹം തന്നെ എതിരാളി ആണെങ്കിൽ പോലും വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ആദരണീയനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു പഴശ്ശി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടെ വേണം അദ്ദേഹത്തെ സംസ്കരിക്കണം എന്ന് പറഞ്ഞ് ഒരു കത്ത് എഴുതുന്നുണ്ട്. ആ കത്തിൽ പറയുന്ന വരികളാണ്: അയാൾ ഒരു കലാപകാരിയാണെങ്കിലും ഈ രാജ്യത്തെ പ്രകൃത്യാ നിലവിലുള്ള നാടുവാഴികളിൽ ഒരാളെന്ന നിലയിൽ നിലം പതിച്ച ശത്രുവിനോട് കാണിക്കാറുള്ളതിൽ നിന്നും വ്യത്യസ്തമായി അയാളെ പരിഗണിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പം അദ്ദേഹത്തിനോട് അത്രയും ഒരു ആദരവ് പുലർത്തിയിരുന്നു എന്നുള്ളത് ഈ കത്തിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് അല്ലെ. ഇനി അടുത്തത് വേലുത്തമ്പി ദളവയുടെ കാര്യമാണ്. അപ്പൊ വേലുത്തമ്പി ദളവ നമുക്കറിയാലോ അല്ലെ, കുണ്ടറ വിളംബരം കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ വേലുത്തമ്പി ദളവയും എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ വലിയൊരു ചെറുത്തുനിൽപ്പ് നടത്തിയ ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിന്റെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി. ഇപ്പൊ ദളവ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി എന്നാണ്. 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ഭരണം ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഇതോടൊപ്പം ദളവയായിരുന്ന വേലുത്തമ്പിയുടെ ഉത്തരവുകൾ മെക്കാളെ റദ്ദാക്കിയതും കമ്പനിക്ക് നൽകാനുള്ള നികുതി കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കാൻ നിർബന്ധം പിടിച്ചതും വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരുമായുള്ള സംഘർഷത്തിന് ഇടയാക്കി. അപ്പൊ എന്താണ്? അവിടുത്തെ പ്രധാനമന്ത്രിയാണ് വേലുത്തമ്പി അല്ലെ. പക്ഷേ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറും തമ്മിൽ ഈ സബ്സിഡിയറി അലയൻസ് പോലെ ഒപ്പുവെച്ചിട്ട്
ഇവർക്ക് ബ്രിട്ടീഷുകാർക്ക് ഇവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു അവകാശം കിട്ടുകയാണ്. അങ്ങനെ ഇവരുടെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഇന്റർഫിയർ ചെയ്യാണ് ബ്രിട്ടീഷുകാർ. അതൊന്നും ആർക്കും അത്രയ്ക്ക് അങ്ങോട്ട് രസിക്കുന്നില്ല. നമ്മുടെ വേലുത്തമ്പിക്ക് അത്രയ്ക്ക് ഇതൊന്നും രസിക്കുന്നില്ല. അതുപോലെ തന്നെ വേലുത്തമ്പി കൊടുക്കുന്ന ഓർഡറുകളൊക്കെ അവർ റദ്ദാക്കുക. ബ്രിട്ടീഷ് പ്രസിഡന്റ് ആരായിരുന്നു? മെക്കാളെ ആയിരുന്നു കേട്ടോ ബ്രിട്ടീഷ് പ്രസിഡന്റ്. മെക്കാളെ ആളുടെ ഇഷ്ടത്തിന് അത് റദ്ദാക്കുകയാണ്. അപ്പൊ തന്നെ ഒരു കല്ലുകടി രണ്ടുപേരും തമ്മിൽ വരുന്നുണ്ട് അല്ലെ. അത് പിന്നീട് പ്രശ്നമായി, വലിയൊരു സംഘർഷമായി. പിന്നെ എന്താണ്, ആ സമയത്ത് മഹാരാജാവിന് ബ്രിട്ടീഷുകാരെ എതിർക്കാനൊന്നും പറ്റില്ല അല്ലെ. ബ്രിട്ടീഷുകാരോട് എതിർക്കാനുള്ള ഒരു സംഭവമൊന്നുമില്ല. അപ്പം ഈ പ്രധാനമന്ത്രി ആര്? വേലുത്തമ്പിയും അതുപോലെ തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രിയാണ് വേലുത്തമ്പി. ഇതേപോലെ തന്നെ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിട്ടും ബ്രിട്ടീഷുകാർക്ക് പ്രശ്നമുണ്ട്. ഈ മെക്കാളെ പ്രഭുവിൽ നിന്ന് കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള പാലിയത്തച്ഛനും സിമിലർ ആയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനും ഈ മെക്കാളയോട് ഭയങ്കര ഒരു അമർഷമുണ്ട്, ആ നീരസമുണ്ട്. അപ്പൊ ഇത് മുതലെടുത്തുകൊണ്ട് വേലുത്തമ്പിയും പാലിയത്തച്ഛനും എന്ത് ചെയ്തു? ഇവരൊരു സഖ്യം ഫോം ചെയ്തിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആദ്യം മെക്കാളോ പ്രഭുവിനെയും അതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ചെറുത്തുനിൽപ്പ് അവർ പോരാടാൻ തുടങ്ങി. പിന്നെ അവസാനം എന്തുണ്ടായെന്ന് വെച്ചാൽ പതുക്കെ പാലിയത്തച്ഛൻ പിൻവാങ്ങി. പിന്നെ ദളവ ഒറ്റയ്ക്കായി ഈ ഒരു പോരാട്ടം. ഒടുവിൽ ദളവ കീഴടങ്ങുകയാണ്. അപ്പൊ നമുക്ക് ആ ബാക്കി കാര്യങ്ങളും കൂടെ വായിക്കാം. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായ പാലിയത്തച്ഛനും മെക്കാളയിൽ നിന്ന് സമാനമായ അനുഭവം നേരിട്ടിരുന്നു. വേലുത്തമ്പി പാലിയത്തച്ഛനുമായി രഹസ്യധാരണയിൽ ഏർപ്പെടുകയും തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാളയുടെ ക്യാമ്പ് ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ ആക്രമണത്തിൽ നിന്ന് മെക്കാളെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. 1809 ജനുവരി 11 തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിന് ഒരുങ്ങാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വിളംബരം കുണ്ടറ വിളംബരം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് കുണ്ടറ വിളംബരം? ഈ ഡേറ്റ് ഓർത്തിരിക്കുക. 1809 ജനുവരി 11 എവിടെ വെച്ചാണ്? തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ചിട്ട് കേട്ടോ. ഈ കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കാം. തിരുവിതാംകൂർ രാജാവിന് ദളവയുടെ ഇത്തരം നീക്കങ്ങൾ ഇഷ്ടമായിരുന്നില്ലെങ്കിലും നാട്ടുകാരെ തന്റെ കൂടെ നിർത്തിക്കൊണ്ട് വേലുത്തമ്പി ബ്രിട്ടീഷുകാരോട് പോരാട്ടം തുടർന്നു. കമ്പനി സൈന്യത്തോട് പരാജയപ്പെടുകയും സഹചാരിയായ പാലിയത്തച്ഛൻ സഖ്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തത് ദളവയ്ക്ക് തിരിച്ചടിയായി. അദ്ദേഹത്തെ ദളവ പദവിയിൽ നിന്ന് രാജാവ് നീക്കം ചെയ്തു. തിരുവിതാംകൂറിന്റെയും കമ്പനിയുടെയും സംയുക്ത സൈന്യം വേലുത്തമ്പി അഭയം തേടിയ മണ്ണടിയിലെ ഭവനം വളഞ്ഞപ്പോൾ വിദേശ ശക്തികൾക്ക് പിടികൊടുക്കാതെ അദ്ദേഹം മരണം വരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹം സൂയിസൈഡ് ചെയ്തു എന്നാണ് പറയുന്നത്. മണ്ണടിയിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ എവിടെ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്? മണ്ണടിയിൽ വെച്ചിട്ടാണ്. ഇനി ഇവിടെ കുണ്ടറ വിളംബരത്തിനെ പറ്റി കുറച്ചൊരു എക്സ്റ്റെൻഡഡ് റീഡിംഗ് കൊടുത്തിട്ടുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇനി പാലിയത്തച്ഛൻ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് പാലിയത്തച്ഛൻ എതിർത്തിരുന്നു. അതോടൊപ്പം പാലിയത്തച്ഛന്റെ ശത്രുവിന് മെക്കാളെ അഭയം നൽകിയതും പ്രശ്നം രൂക്ഷമാക്കി. തുടർന്നാണ് തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പിയുമായി ചേർന്ന് പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരോട് ശക്തമായി ചെറുത്തു നിന്നെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ മദിരാശിയിലേക്ക് നാടുകടത്തി. അപ്പൊ പാലിയത്തച്ഛന്റെ അവസാനം എന്താ ചെയ്തത്? പാലിയത്തച്ഛൻ ആ പോരാട്ടത്തിൽ നിന്നും പിന്മാറുകയും പിന്നീട് അദ്ദേഹത്തിന് മദിരാശിയിലേക്ക് ബ്രിട്ടീഷുകാർ നാടുകടത്തുകയാണ് ചെയ്തത്. ഇനി പാലിയത്തച്ഛൻ എന്ന് പറയുമ്പോൾ എന്താണ് ഈ പാലിയം എന്ന് പറഞ്ഞാൽ? പാലിയം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നായർ തറവാട്, ആ തറവാട്ടിലെ കാരണവന്മാരെയാണ് പാലിയം എന്ന് പറയുന്ന ഒരു നായർ തറവാടുണ്ട്. അവിടുത്തെ കാരണവന്മാരെയാണ് ഈ പാലിയത്തച്ഛൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ പാലിയം എന്ന് പറയുന്നത് തറവാടാണ്, തറവാട്ട് പേരാണ്. അവിടുത്തെ കാരണവന്മാരാണ് കൊച്ചി രാജ്യത്തിലെ മന്ത്രിമുഖ്യന്മാരായിട്ട് പ്രധാനമന്ത്രി എന്നുള്ള പദവി അലങ്കരിച്ചിരുന്നത്. കാലങ്ങളായിട്ട് അത് തുടർന്നു പോരുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പാലിയത്തച്ഛൻ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ പ്രധാനമന്ത്രി എന്നുള്ളതിന്റെ ഒരു സിനോണിം പോലെ തന്നെയാണ് യൂസ് ചെയ്തു പോന്നിരുന്നത് കേട്ടോ. ഇനി അടുത്തത് കുറിച്യ കലാപമാണ് കേട്ടോ. അപ്പൊ കുറിച്യ കലാപത്തിനെ പറ്റി പറയുമ്പോൾ ദാ ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധങ്ങളൊക്കെ ഏന്തി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നേറ്റീവ്സ് ആയിട്ടുള്ളത്. അപ്പം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്യരും കുറുമ്പ്രരും. പഴശ്ശിന്റെ കലാപത്തിന്റെ സമയത്ത് പഴശ്ശി രാജാവിനെ പിന്തുണച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഇവര് രംഗത്തുണ്ടായിരുന്നു അല്ലെ. പഴശ്ശിക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ജനവിഭാഗം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അവിടുത്തെ നേറ്റീവ്സ്. അപ്പം ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ കുറിച്യരും കുറുമ്പ്രരും. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരെ തങ്ങളുടെ ശത്രുക്കളായിട്ടാണ് ഇവർ കണ്ടിരുന്നത്. ആൻഡ് ബ്രിട്ടീഷുകാരെ ശത്രുക്കളായിട്ട് കാണാൻ ഇത് മാത്രമല്ല കാരണമായിരുന്നത്, വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇവരോട് സ്വീകരിച്ച ചില നടപടികൾ അതെന്തൊക്കെയായിരുന്നു? ഗോത്ര ജനതയുടെ തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു. അതുപോലെ പരമ്പരാഗത കൃഷി രീതികൾ തുടരാൻ അനുവദിച്ചില്ല. നികുതിയായി സാധനങ്ങൾക്ക് പകരം പണം ആവശ്യപ്പെട്ടു. ഇപ്പൊ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇവർക്ക് ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പ് വളരെ പ്രകടമായിട്ട് തന്നെ ആ എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇവരും ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഇറങ്ങിയത്.
ഇനി 1812 കുറിച്യർ കലാപം ആരംഭിച്ചത്. അപ്പൊ ഏതാണ് വർഷം? 1812. ചിലപ്പോൾ ക്രൊണോളജി മറ്റേ കാലഗണനാക്രമം ഒക്കെ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് വർഷം ഓർത്തിരിക്കുക, 1812. വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കിയും പ്രാദേശിക സഹായങ്ങൾ നേടിയെടുത്തും ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്രജനത പോരാടി. രാമനമ്പി അഥവാ രാമമൂപ്പനായിരുന്നു അവരുടെ നേതാവ്. അപ്പൊ ആരാണ് നേതാവ്? കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ രാമനമ്പി. മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ചോദ്യം വന്നിട്ടുള്ളതാണ്, ഓർത്തിരിക്കുക കേട്ടോ. ഇനി സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ നേരിട്ട് ആക്രമിച്ചു. എന്നാൽ കൂടുതൽ പട്ടാളക്കാരെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ച് കുറിച്യർ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. അപ്പോൾ കുറിച്യർ കലാപത്തിന് എന്താണ് സംഭവിച്ചത്? അത് അടിച്ചമർത്തപ്പെടുകയാണ് ഉണ്ടാവുന്നത്. ഇനി ഇവിടെ അടുത്ത ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കർഷക അസംതൃപ്തിയും കലാപത്തിലേക്ക് എത്തുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കാനുള്ളത് ഈ നാട്ടുരാജാക്കന്മാരും അല്ലെങ്കിൽ ഗോത്രവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, സാധാരണ കർഷക വിഭാഗങ്ങളും സാധാരണ ജനങ്ങളും ഒക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ കലാപത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മലബാറിൽ തന്നെ ഈ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ട് വരാനുള്ള കാര്യം? കാരണം നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞു, മലബാറാണ് ബ്രിട്ടീഷിന്റെ ഡയറക്റ്റ് റൂളിന്റെ അടിയിൽ വരുന്നത്, അല്ലേ? അപ്പൊ ഡയറക്റ്റ് ബ്രിട്ടീഷ് റൂളിൽ വരുന്ന ഒരു ഏരിയ മലബാർ ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ കലാപങ്ങളൊക്കെ, ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളൊക്കെ കൂടുതലായിട്ടും എവിടെ നടക്കുന്നത്? മലബാറിൽ നടക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് 1836 മുതൽ 1853 വരെയുള്ള 18 വർഷങ്ങൾക്കിടയിൽ മലബാറിൽ 22ഓളം ശക്തമായ കലാപങ്ങൾ നടന്നിരുന്നു. ഇനി 19-ാം നൂറ്റാണ്ടിൽ കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലുമാണ് കലാപങ്ങൾക്ക് കാരണമായതെന്ന് മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന വില്യം ലോഗൻ തന്റെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഓർത്തിരിക്കാട്ടോ, എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് മേ ബി സ്റ്റേറ്റ്മെന്റിലൊക്കെ തരാം, അല്ലെ? പിന്നെ ഈ പറയുന്ന വില്യം ലോഗൻ മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗൻ ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. അപ്പൊ വില്യം ലോഗൻ ആണ് എന്ത് രചിച്ചിട്ടുള്ളത്? മലബാർ മാനുവൽ എഴുതിയിട്ടുള്ളത്. ചൂഷകരായ ജന്മിമാർക്കും ബ്രിട്ടീഷ് സർക്കാരിനുമെതിരെ കർഷകരുടെ പ്രതിഷേധവും അക്രമവും ഉണ്ടായി. ഇതിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും തെക്കേ മലബാറിലെ മാപ്പിള കർഷകരായിരുന്നതുകൊണ്ട് ബ്രിട്ടീഷ് അധികാരികളും സാമ്രാജ്യത്വ ചരിത്രകാരും ഈ കലാപങ്ങളെ മാപ്പിള ലഹളകൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അപ്പൊ എന്താണ് മാപ്പിള റിവോൾട്ട്, അല്ലെ? 1921 ഇതൊക്കെ കൂടുതലായിട്ടും വരുന്നത്. അപ്പൊ മാപ്പിള ലഹളകൾ 1921 കേട്ടോ, ആ ഇയർ ഓർത്തിരിക്കുക. മാപ്പിള ലഹളകൾ എന്നാണ് ഈ കലാപത്തിനെ ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ സാമ്രാജ്യത്വ ചരിത്രകാരും വിശേഷിപ്പിച്ചിട്ടുള്ളതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി സാമൂഹിക പരിഷ്കരണം നോക്കാം നമുക്ക്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലേക്ക് പോകുമ്പം ഏറ്റവും ആദ്യം തന്നെ ഇങ്ങനെ ഒരു വരി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓത്തറും അവരുടെ വർക്കുമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പണ്ഡിറ്റ് KP കറുപ്പൻ ജാതിക്കുമ്മി. PYQ റിപ്പീറ്റഡ് ആയിട്ട് 2-3 എക്സാംസിന് ഈ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ജാതിക്കുമ്മി ആരുടെയാണെന്നുള്ളത്. പണ്ഡിറ്റ് KP കറുപ്പൻ ഓർത്തിരിക്കുക കേട്ടോ. സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രധാന പ്രവർത്തനങ്ങളും. അതിൽ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം വൈകുണ്ഠ സ്വാമികൾ, അല്ലെ? കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു. വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അപ്പൊ ഇത് ശ്രദ്ധിക്കാട്ടോ, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. പലരും ചിലപ്പം കണ്ണാടി പ്രതിഷ്ഠ എന്നൊക്കെ കാണുമ്പോൾ ശ്രീനാരായണ ഗുരു ആണോ എന്ന് ഓർത്തു പോവും. അല്ല, ആദ്യമായിട്ട് ദക്ഷിണേന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ഇനി അദ്ദേഹം തുടങ്ങിയ പ്രസ്ഥാനം എന്താണ്? സമത്വ സമാജം. ഓർത്തിരിക്കാട്ടോ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ശ്രീനാരായണ ഗുരു കേരളത്തിൽ സാമൂഹിക മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമ സ്ഥാനീയൻ. അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കുമെതിരെ പോരാടി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ സ്ഥാനമെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരൻ ആശാൻ, ഡോക്ടർ P. പൽപു, TK മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ സ്വാധീനിച്ചു. എന്താണ് ഇദ്ദേഹം തുടങ്ങിയ പ്രസ്ഥാനത്തിന്റെ പേര്? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. അപ്പൊ ഇവിടെ അരുവിപ്പുറം പ്രതിഷ്ഠ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, ഓർത്തിരിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. ഇനി കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അപ്പം കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇതിൽ എന്ന് പറയുമ്പോൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള, ഇതിപ്പോൾ SCRT-യിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. പക്ഷേ ഇവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എന്താണ് ടേബിളേറ്റഡ് ഫോം ആയിട്ട് ഒരു ടേബിളുകൾ നമ്മൾ ഈ PDF-ന്റെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മുൻപ് നമ്മൾ എടുത്തിട്ടുള്ള റിനൈസൻസിനെ പറ്റി എടുത്തിട്ടുള്ള വീഡിയോസിൽ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ ഈ PDF എന്തായാലും ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ആ ടേബിളും കൂടി ഒന്ന് പഠിച്ചേക്കുക കേട്ടോ. ഇനി ചട്ടമ്പി സ്വാമികൾ ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്തു.
മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ, പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് ഉറപ്പായിട്ടും വായിച്ചിട്ട് പോവുക. എക്സാമിന് പോണതിന് മുമ്പ് നമ്മൾ ആ ടേബിളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അയ്യങ്കാളി അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി. വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സമരങ്ങളായിരുന്നു. അപ്പൊ ഏതൊക്കെയാണ്? വില്ലുവണ്ടി സമരവും അതുപോലെ തന്നെ കല്ലുമാല സമരവും കേട്ടോ. ഇനി അദ്ദേഹം തുടങ്ങിയ പ്രസ്ഥാനം ഏതാണ്? സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം ഓർത്തിരിക്കുക. അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്തു കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. അപ്പൊ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ട്ടോ. ഇനി അദ്ദേഹം തുടങ്ങിയ പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. അപ്പൊ തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ എന്ന് തീർത്തും പഠിച്ചു വെക്കുക. കാരണം ഒരു പേപ്പറിൽ ഇതിന് പകരം മലബാർ മുസ്ലിം മഹാജന സഭ ഇദ്ദേഹമാണ് തുടങ്ങിയെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിത് കറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിൽ തെറ്റിക്കും. മുസ്ലിം മഹാജന സഭയാണെന്ന് അറിയാം, പക്ഷെ എവിടത്തെയാണ്? തിരുവിതാംകൂറിലെയാണ്, മലബാറിലെ അല്ല കേട്ടോ. ഇനി മന്നത്ത് പത്മനാഭൻ നായർ സമുദായത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചു. കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ നയിച്ചു. അദ്ദേഹം തുടങ്ങിയ പ്രസ്ഥാനമാണ് ഇത് നായർ സർവീസ് സൊസൈറ്റി. ഈ പ്രസ്ഥാനങ്ങളും ആരൊക്കെയാണെന്നുള്ളതും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അത് ഒരു എന്തായാലും ഷോർട്ടായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ഒരു മാർക്ക് കളയാതിരിക്കുക. ഇനി പൊയ്കയിൽ യോഹന്നാൻ ജാതീയത, അടിമത്തം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി പ്രസ്ഥാനം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പണ്ഡിറ്റ് KP കറുപ്പൻ, നമ്മൾ പറഞ്ഞു ജാതി കുമ്മിട്ടോ, അദ്ദേഹത്തിന്റെ കൃതിയാണ്. കവിയും നാടകകൃത്തുമായ അദ്ദേഹം പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. പ്രസ്ഥാനം ഏതാണ്? അരയ സമാജം. VT ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായ പരിഷ്കർത്താവ്, സാമൂഹിക പ്രവർത്തകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അറിയപ്പെട്ടു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം ആരുടെയാണ്? VT ഭട്ടതിരിപ്പാടിന്റെ ആണ് കേട്ടോ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചു. ഇനി പ്രസ്ഥാനം ഏതായിരുന്നു? യോഗക്ഷേമ സഭ. അടുത്തത് വാഗ്ഭടാനന്ദൻ യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു. ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം തുടങ്ങിയ പ്രസ്ഥാനമാണ് ആത്മവിദ്യാ സംഘം. അപ്പൊ ഈ പറഞ്ഞ നവോത്ഥാന നായകരുടെയൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ഫാക്ട്സ് ഇതാ ഈ ടേബിൾസിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പൊ ഏതൊക്കെയാണ് പ്രസ്ഥാനം, അതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാന സംഭാവനകൾ, പ്രധാന കൃതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വായിച്ചു പോവാട്ടോ. വൈകുണ്ഠ സ്വാമികൾ അതുപോലെ ചട്ടമ്പി സ്വാമികളുടെ പ്രാചീന മലയാളം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. വേദാധികാര നിരൂപണം അത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. 10th പ്രിലിംസിന് മിക്കവാറും ഇതായിരിക്കും ചോദിക്കുക. പ്രസ്ഥാനം നവോത്ഥാന നായകനായിരിക്കും ചോദിക്കുക. എന്നാലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പം കൃതികൾ വന്നാലോ. അപ്പൊ അതുകൊണ്ട് കൃതികൾ എന്തായാലും വായിച്ചിട്ട് പോവുക. അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ദാ ഇവിടെ ഇദ്ദേഹത്തിന്റെ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം പ്രധാനപ്പെട്ടതാണ്. വാഗ്ഭടാനന്ദന്റെ ആത്മവിദ്യാ സംഘം. അങ്ങനെ എല്ലാവരുടെയും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വായിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ സ്ത്രീ പ്രതിനിധികൾ അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ, ലളിതാംബിക അന്തർജനം, പാർവതി നെന്മേന്മംഗലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീനും എന്തായാലും വായിച്ചിട്ട് പോവാ കേട്ടോ. ഇനി അടുത്തത് പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളെ പറ്റിയിട്ടാണ്. അതിൽ പ്രധാനമായിട്ട് ആദ്യം പഠിക്കുന്നത് മേൽമുണ്ട് സമരം അഥവാ ചാന്നാർ സമരം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ചാന്നാർ സമരം നടക്കുന്ന സമയത്ത് ഈ ഒരു ഈ മാറുമറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു കൽപ്പന പുറപ്പെടുവിച്ചത് ആരായിരുന്നു? അല്ലെങ്കിൽ ആ സമയത്തെ മഹാരാജാവ് ആരായിരുന്നു? തിരുവിതാംകൂർ മഹാരാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. അപ്പൊ ഇതില് പ്രധാനമായിട്ട് എന്താണ് പറയുന്നത്? തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉയർന്ന വിഭാഗം എന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകളെ പോലെ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ പൊതുസ്ഥലങ്ങളിൽ മേൽമുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ചാന്നാർ സ്ത്രീകളെ ഉയർന്ന വിഭാഗം എന്ന് കരുതപ്പെട്ടിരുന്നവർ ആക്രമിക്കുകയും അവരുടെ മേൽമുണ്ട് വലിച്ചു കീറുകയും ചെയ്തു. തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിൽ പലയിടങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അപ്പൊ അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള സമരമായിരുന്നു അല്ലെ? ഈ ഇത് ഓർത്തിരിക്കുക. എപ്പോഴാണ്? 1859 ജൂലൈ 26 ആരായിരുന്നു മഹാരാജാവ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ജാതിഭേദമന്യേയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അല്ലെ? അപ്പൊ ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം.
വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നതെന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. അപ്പൊ ഇതെന്താണ്? ക്ഷേത്രത്തിൽ കയറുന്നതിനെ പറ്റിയാണല്ലോ. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ നടക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചു. അപ്പൊ ഈ ഒരു ഇയറും ഡേറ്റും ഓർത്തിരിക്കുക കേട്ടോ. മിക്കവാറും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം തരുമ്പം ഇതിലെ ഈ ഒരു ഡേറ്റ് തെറ്റിച്ച് തരാം. മാർച്ച് 30 എന്നുള്ളത് 31 32 ആയിട്ട് തരാം. അങ്ങനെ ഒരു പ്രവണത PSCക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഡേറ്റുകൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കുക. 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചു. ഇനി ആരൊക്കെയായിരുന്നു ഇതിന്റെ നേതാക്കള്? TK മാധവൻ, K കേളപ്പൻ, KP കേശവ മേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹം നയിച്ചിരുന്നത്. ആരൊക്കെയാണ്? TK മാധവൻ, K കേളപ്പൻ, KP കേശവ മേനോൻ. ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത്. എന്നാണ് അവസാനിപ്പിച്ചത്? 1925 നവംബർ 23 ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ, കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ ബാക്കി എല്ലാ റോഡുകളും ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നു കൊടുക്കപ്പെട്ടു. അപ്പം 1925 നവംബർ 23 കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇവിടെ സവർണ ജാഥ എന്താണെന്നും കൂടെ പറയുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ സംഘടിപ്പിച്ചു. ഇത് സവർണ ജാഥ എന്നറിയപ്പെടുന്നു. അപ്പൊ ആരുടെ നേതൃത്വത്തിലാണ്? മന്നത്ത് പത്മനാഭന്റെ. എവിടെ നിന്ന് എവിടം വരെയാണ്? വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ സംഘടിപ്പിച്ചു. സവർണ ജാഥ എന്നറിയപ്പെടുന്നു. ഇനി പ്രധാനമായിട്ടും വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ മിക്കവാറും TK മാധവൻ ആയിരിക്കും കേട്ടോ ഓപ്ഷനിൽ ഉണ്ടാവുക. അപ്പൊ TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം എന്തിനാണ്? ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യം. എവിടെ? ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലായിരുന്നു വൈക്കം സത്യാഗ്രഹം പറഞ്ഞത്. ഇവിടെ എന്താണ്? ക്ഷേത്രത്തില്, ഗുരുവായൂർ ക്ഷേത്രത്തില് എല്ലാ വിഭാഗം, ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഈ ഒരു പ്രക്ഷോഭം നടന്നത്. ഇതിന്റെ നേതാവ് ആരായിരുന്നു? K കേളപ്പനായിരുന്നു പ്രധാന നേതാവ്. പിന്നെ മന്നത്ത് പത്മനാഭനും ഉണ്ടായിരുന്നു. അപ്പൊ K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 1931 നവംബർ 1 സത്യാഗ്രഹം ആരംഭിച്ചു. ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും അതുപോലെ സെക്രട്ടറി K കേളപ്പനും ആയിരുന്നു കേട്ടോ. അത് തെറ്റിക്കരുത്. നമ്മൾ K കേളപ്പനാണ് പ്രധാന നേതാവ് എന്ന് ഓർത്തിട്ട് അദ്ദേഹമായിരുന്നു പ്രസിഡന്റ് എന്ന് വിചാരിക്കും. അല്ല, ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും അതുപോലെ സെക്രട്ടറി K കേളപ്പനും ആയിരുന്നു എന്ന് ഓർത്തിരിക്കാം. എന്നാണ് ഇവരെ രൂപീകരിച്ചത്? 1931 നവംബർ 1 കേരളപ്പിറവി ദിവസമാണ് അല്ലെ? നവംബർ 1 ആ ഡേറ്റ് ഓർത്തിരിക്കുക കേട്ടോ. ഇനി സമര പരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾക്ക് 1 മാസത്തോളം ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു. സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായ AK ഗോപാലനെയും P കൃഷ്ണപിള്ളയെയും സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിച്ചു. അപ്പൊ ആരായിരുന്നു വോളണ്ടിയർ ക്യാപ്റ്റൻ? AK ഗോപാലനായിരുന്നു. PYQ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനായിരുന്നു. K കേളപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ മരണം വരെ ഉപവാസം തുടങ്ങിയതോടെ അനേകം ആളുകളാണ് ഇതിന് പിന്തുണയുമായി നാനാദേശങ്ങളിൽ നിന്നും എത്തിയത്. വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി ഒരു പ്രധാന നേതാവായിട്ട് നിലകൊണ്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് ആര്? പെരിയോർ കേട്ടോ, EV രാമസ്വാമി നായ്ക്കർ. അപ്പൊ അത് ഓർത്തിരിക്കുക, EV രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹത്തിലാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ എവിടെയാണ് നിർത്തിയത്? ഓക്കെ, ഇതിന് പിന്തുണയുമായി നാനാദേശങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട് ഇതിന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട്. ഒടുവിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉപവാസം അവസാനിപ്പിച്ചത്. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുവാൻ പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തിയപ്പോൾ ഭൂരിപക്ഷം പേരും ഇതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. അപ്പൊ ഇവിടെ മുൻപൊരു വർഷം ചോദിച്ചിട്ടുണ്ട്, ഏത് താലൂക്കിലാണ് ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത്? ഇപ്പോഴല്ല, ഇപ്പോഴാണെങ്കിൽ എവിടെയാണ്? പൊന്നാനി താലൂക്കിലല്ല. പൊന്നാനി എവിടെയാണ്? മലപ്പുറത്തിലാണ് പെടുക. പക്ഷെ ഈ ഒരു സത്യാഗ്രഹം നടക്കുന്ന സമയത്തൊക്കെ പൊന്നാനി താലൂക്കിലായിരുന്നു ഗുരുവായൂർ പെട്ടിരുന്നത്. അപ്പം ഏത് താലൂക്കിലാണ് കോൺഗ്രസ് ജനഹിത പരിശോധന നടത്തിയത് എന്നൊക്കെ ചോദിച്ചാൽ പൊന്നാനി താലൂക്കാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ ആരാണ് ഈ മരണം വരെ ഉപവാസം തുടങ്ങിയത്? K കേളപ്പനാണ്. ഇനി വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലനായിരുന്നു. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഇടപെടല് വൈക്കം സത്യാഗ്രഹത്തിലും ഉണ്ടായിരുന്നു, ഗുരുവായൂർ സത്യാഗ്രഹത്തിലും ഉണ്ടായിരുന്നു അല്ലെ? പക്ഷെ മധ്യസ്ഥത വഹിച്ചത് എവിടെയാണ്? ഗാന്ധിജി മധ്യസ്ഥത വഹിച്ചത് വൈക്കം സത്യാഗ്രഹത്തിലാണ്. അപ്പൊ ഇത് രണ്ടും കൂടുതൽ കുറച്ചും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അങ്ങനെ ഇനി അടുത്തത് പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം എന്തിനാണ്? അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അത് ഏത് വർഷമാണ്? 1947-48. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സമരം സമയത്ത് അല്ലെ? ആ ഒരു സമയത്ത് നടന്ന സമരമാണ് പാലിയം സത്യാഗ്രഹം.
കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛന്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം. സി കേശവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടാൻ സർക്കാർ അറസ്റ്റും മർദ്ദനമുറകളും പ്രയോഗിച്ചു. അപ്പൊ എന്താണ് സി കേശവൻ ഉൾപ്പെടെയുള്ളവർ, അതെ, സി കേശവനൊക്കെ ആയിരുന്നു പാലിയം സത്യാഗ്രഹത്തിന്റെ നേതാക്കൾ എന്ന് പറയുന്നത്. അവര് നടത്തിയ ഈ ഒരു എന്താ പറയാ സമരത്തിനെ നേരിടാൻ സർക്കാരിന് അറസ്റ്റും മർദ്ദനമുറകളും ഒക്കെ പ്രയോഗിക്കേണ്ടി വന്നു. ഇനി 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടതോടെ പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള നിയന്ത്രണം ഇല്ലാതായി. അപ്പൊ ഇവിടെ എവിടെയാണ്, അതായത് പാലിയത്തച്ഛൻ എന്ന് പറയുന്നത്, പാലിയം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു തറവാട് പേരാണ് പാലിയം എന്ന് പറയുന്നത്. അപ്പം കൊച്ചിയിലെ ഈ പറയുന്ന പാലിയത്തച്ഛന്റെ വീടിന്റെ മുമ്പിലൂടെയുള്ള റോട്ടിൽ കൂടെ താഴ്ന്ന ജനവിഭാഗങ്ങൾക്ക് നടന്നു പോകാൻ വിലക്കുണ്ടായിരുന്നു. അതിനെതിരെയാണ് ഇവർ സമരം ചെയ്തത്. പിന്നീട് ഇതൊരു വലിയ പ്രക്ഷോഭമായിട്ട് മാറുകയും സി കേശവൻ ഉൾപ്പെടെയുള്ള നേതൃനിര വരികയും സർക്കാരിനെതിരെ ഇവര് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ഉണ്ടായി. അതുപോലെ 1948 അവസാനം എന്ത് ചെയ്തു, കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടു. അതിലേക്കൊക്കെ ഉള്ള ഒരു ഫ്യൂവൽ ചെയ്തത്, അല്ലെങ്കിൽ അതിനൊക്കെ തുടക്കം എവിടെയായിരുന്നു, പാലിയം സത്യാഗ്രഹമായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ റോഡിലൂടെ നടക്കുന്നതിന് മാത്രമല്ല, പിന്നീട് ക്ഷേത്രം തുറന്നു കൊടുക്കപ്പെടുക വരെ ചെയ്തു. അപ്പൊ കൊച്ചിയിലെ കാര്യമാണ് ഈ പറയുന്നത്. പാലിയം സത്യാഗ്രഹമൊക്കെ എവിടെ നടക്കുന്നത്, കൊച്ചിയിലാണ് കേട്ടോ. ഇനി തിരുവിതാംകൂറിൽ ഇതുപോലെ രാജാവ് ഉണ്ടായിരുന്നല്ലോ. തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ആരാണ്, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. എപ്പം, 1936 നവംബർ 12-ന്. അപ്പൊ 1936 നവംബർ 12-നാണ് തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. ഇതിലൂടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളെ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും തുറന്നു കൊടുത്തു. ഇവിടെ നമ്മൾ കൊച്ചിയിലെ കാര്യമാണ് പറയുന്നത്. അതെപ്പോഴാണ്, 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും എല്ലാവർക്കും തുറന്നു കൊടുക്കുന്നത്. അതിന് വളരെ മുമ്പേ നമ്മൾ തിരുവിതാംകൂറിൽ തുറന്നു കൊടുത്തിട്ടുണ്ട് അല്ലെ. 1936 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും വേണ്ടി തുറന്നു കൊടുത്തു. ഈ ഒരു വിളംബരത്തിനെ ഗാന്ധിജി എങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പം ക്ഷേത്രപ്രവേശന വിളംബരത്തിനെയാണ് ഗാന്ധിജി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇത് ഒരു PYQ ആണ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ആരായിരുന്നു ഇത് പുറപ്പെടുവിച്ച മഹാരാജാവ്, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അല്ലെ. ഏതായിരുന്നു വർഷം, 1936. ഈ വർഷങ്ങളൊക്കെ ഓർത്തിരിക്കുക. മേ ബി ക്രൊണോളജിക്കലായിട്ട് ചോദിക്കാം അല്ലെ, കാലക്രമത്തിൽ അത് എന്താ പറയാ ക്രമത്തിൽ എഴുതുക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ ഈ വർഷങ്ങളൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത് ദേശീയ ബോധത്തിന്റെ സമരജ്വാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിൽ വരുന്നത് എന്താണ്, ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഉപ്പ് സത്യാഗ്രഹവും അതുപോലെ നിയമലംഘന പ്രസ്ഥാനമൊക്കെ നടന്നല്ലോ. അപ്പൊ അതിന്റെ അലയൊലികൾ എവിടെയും ഉണ്ടായിരുന്നു, കേരളത്തിലും ഉണ്ടായിരുന്നു. അപ്പൊ കേരളത്തിൽ എവിടെയാണ് ഈ പറയുന്ന ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ നിയമലംഘന പ്രസ്ഥാനം കൂടുതലായിട്ടും ശക്തമായിട്ട് നടന്നത്, കേരളത്തിലെ പയ്യന്നൂരാണ്. ഇത് PYQ ആണ് കേട്ടോ, എവിടെയാണ് നടന്നിട്ടുള്ളത്. അപ്പൊ ഉപ്പുകുറുക്കൽ സമരം നടന്നത് കേരളത്തിലെ പയ്യന്നൂര് കടപ്പുറത്താണ്. ഇനി ഇവിടെ വരിക വരിക സഹചര്യ എന്ന് പറയുന്ന ആ ഒരു എന്താണ് ഗാനം അല്ലെ, ആ ഗാനം നമ്മളെല്ലാവരും ഫെമിലിയർ ആയിരിക്കും. വരിക വരിക സഹചര്യ സഹന സമര സമയമായി. അപ്പൊ ഈ ഒരു ഗാനം എഴുതിയത് ആരാണ്, ഇത് അംഷി നാരായണപിള്ള ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് അവര് കേരളത്തിൽ നടക്കുന്ന ആ ജാഥയിൽ ആലപിക്കാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതായിരുന്നു വരിക വരിക സഹചര്യ എന്ന് പറയുന്ന ഗാനം. അപ്പം അത് ഓർത്തിരിക്കുക. ഈ വരികൾ എഴുതിയത് ആരാണെന്ന് ചോദിക്കാം, അംഷി നാരായണപിള്ള. അതുപോലെ ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം 1930. എല്ലാത്തിനെയും വർഷങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. ഇനി ഇവിടെ കേരളത്തിലെ പോലെ തന്നെ ദേശീയ തലത്തിലും കോൺഗ്രസിൽ ശ്രദ്ധേയമായ മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്, സി ശങ്കരൻ നായരും ബാരിസ്റ്റർ GP പിള്ളയും. അപ്പൊ സി ശങ്കരൻ നായരും ബാരിസ്റ്റർ GP പിള്ളയായിരുന്നു ദേശീയ തലത്തിൽ കോൺഗ്രസിൽ ശ്രദ്ധേയമായിട്ടുള്ള മലയാളി സാന്നിധ്യം. ഈ പേരുകളും ഓർത്തിരിക്കാം. ഇനി മലബാർ കലാപത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാം അല്ലെ. അപ്പൊ മലബാറില് എങ്ങനെയാണ് ഈ ദേശീയ പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റായി വന്നത്, എങ്ങനെയാണ് അവിടുത്തെ പ്രദേശങ്ങളിൽ ഈ ദേശീയ പ്രസ്ഥാനം അതിന്റെ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും നടന്നത്, എന്തൊക്കെയായിരുന്നു അവിടെ നടന്നത്. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണവും ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചു. ഖിലാഫത്ത്, നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പിന്തുണയാണ് മലബാറിലെങ്ങും ലഭിച്ചത്. സമരത്തിന്റെ ഭാഗമായി ജനങ്ങൾ വിദേശ നിർമ്മിത വസ്തുക്കളും കോടതികൾ, വിദ്യാലയങ്ങൾ മുതലായ സർക്കാർ സ്ഥാപനങ്ങളും ബഹിഷ്കരിച്ചു. സമരത്തിന് സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും മികച്ച പങ്കാളിത്തം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നമുക്കറിയാം, നിയമലംഘന പ്രസ്ഥാനത്തിന്റെ നിർദ്ദേശങ്ങളാണ് ഇതൊക്കെ അല്ലെ. അപ്പൊ നാഷണൽ ലെവലിൽ നിയമലംഘന പ്രസ്ഥാനത്തിനോടനുബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്.
സി കുഞ്ഞിരാമ മേനോൻ, കെ കേളപ്പൻ, യു ഗോപാല മേനോൻ, കെ പി കേശവ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഈ മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന നേതാക്കൾ. അപ്പൊ ഈ മലബാറിൽ നടന്ന ഈ പറയുന്ന നിയമലംഘന പ്രസ്ഥാനത്തിന്റെയും അതുപോലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒക്കെ പ്രധാന നേതാക്കളായിരുന്നു ആരൊക്കെ? സി കുഞ്ഞിരാമ മേനോൻ, കെ കേളപ്പൻ, യു ഗോപാല മേനോൻ, കെ പി കേശവ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഈ മൊയ്തു മൗലവി, അതുപോലെ മൊയ്യാരത്ത് ശങ്കരൻ തുടങ്ങിയവർ. ഈ പേരുകൾ ഓർത്തിരിക്കാട്ടോ. ഇനി നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നപ്പോൾ അതിന്റെ അലയൊലികൾ കേരളത്തിലും ഉണ്ടായി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം മലബാറിലെ പയ്യന്നൂരായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, കെ കേളപ്പനാണ് സത്യാഗ്രഹം നയിച്ചത്. അപ്പൊ കേരളത്തിലെ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആരായിരുന്നു? കെ കേളപ്പനാണ്. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സത്യാഗ്രഹികൾ പയ്യന്നൂരിലെ കടപ്പുറത്തേക്ക് എത്തിച്ചേരുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്തു. കൂടാതെ മുഹമ്മദ് അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹികൾ കോഴിക്കോട് കടപ്പുറത്തും നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിങ്ങും ഖാദി പ്രചരണവും സമരത്തിന്റെ ഭാഗമായി നടന്നു. അപ്പൊ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചിലപ്പോൾ വരും, ഓർത്തിരിക്കാട്ടോ. അപ്പം ഇവിടെ പറയുന്നുണ്ട്, കോഴിക്കോട് കടപ്പുറത്ത് ആരായിരുന്നു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഇനി ഗാന്ധിജി കേരളത്തില് 1920 ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട് എത്തി. ആരൊക്കെയാണ്? ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് ഗാന്ധിജി കേരളത്തിൽ വരുന്നതും 1920 അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യ കേരള സന്ദർശനമായിരുന്നു ഇത്. അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി. ഇവിടെ അതാണ് എന്താ പറയാ നമ്മൾ പഠിച്ചിരിക്കാനുള്ളത്. 1920 ഗാന്ധിജി കേരളത്തിൽ ആദ്യമായിട്ട് വന്നു. എന്തിനാണ്? നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥമാണ് വന്നിട്ടുള്ളതെന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇനി അടുത്തത് മലബാർ കലാപം. മലബാർ കലാപത്തിനെ പറ്റി പറയുമ്പം എന്താണ്? മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ ജന്മിവിരുദ്ധ പ്രക്ഷോഭമായിരുന്നു മലബാർ കലാപം. നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തോടൊപ്പം നേരത്തെ തന്നെ മലബാറിൽ സജീവമായിരുന്ന കുടിയാൻ പ്രസ്ഥാനവും ചേർന്നപ്പോൾ അത് മലബാർ കലാപമായി പരിണമിച്ചു. അപ്പൊ എന്താണ്? ബ്രിട്ടീഷ് വിരുദ്ധ ജന്മിവിരുദ്ധ പ്രക്ഷോഭവും അതിന്റെ കൂടെ തന്നെ ഈ നിസ്സഹകരണ ഖിലാഫത്ത് സമരവും കുടിയാൻ പ്രസ്ഥാനവും എല്ലാവരും കൂടെ ചേർന്ന് അവിടെ വലിയൊരു കലാപമായിട്ട് മാറുകയാണ്. അപ്പൊ ഏതായിരുന്നു വർഷം? 1921 കേട്ടോ ഈ കലാപം നടക്കുന്നത്. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് കലാപം വ്യാപിച്ചത്. എവിടേക്കാണ്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. ഇനി ജന്മിമാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും കലാപത്തിൽ ഏർപ്പെട്ട കർഷകരും ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചു. മലബാർ സ്പെഷ്യൽ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് കലാപം അടിച്ചമർത്തി. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു ആരൊക്കെയായിരുന്നു? ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ. പേര് ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക കേട്ടോ. അപ്പം മലബാർ കലാപത്തിന്റെ നേതാക്കൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ എന്നിവരായിരുന്നു. ഇനി വാഗൺ കൂട്ടക്കൊല അഥവാ വാഗൺ ട്രാജഡി എന്ന് പറയും. ഈ മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. എന്താണ് അതിൽ പറയണേ? ബ്രിട്ടീഷ് ഓഫീസർ ഹിച്ച്കോക്കിന്റെ മേൽനോട്ടത്തിൽ 100ഓളം തടവുകാരെ തിരൂരിൽ നിന്നും മലബാറിലേക്ക് പുറത്തുള്ള ജയിലുകളിലേക്ക് കൊണ്ടുപോകാൻ കാറ്റും വെളിച്ചവും കടക്കാത്ത ചരക്ക് തീവണ്ടിയിൽ കയറ്റി. അപ്പം ഹിച്ച്കോക്കിന്റെ മേൽനോട്ടത്തിൽ തിരൂരിൽ നിന്നും മലബാറിന് പുറത്തേക്കുള്ള ജയിലുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി 100ഓളം തടവുകാരെ കാറ്റും വെളിച്ചവും ഒന്നും കടക്കാത്ത ഒരു ചരക്ക് തീവണ്ടിയിൽ കുത്തി നിറച്ചു കൊണ്ടുപോയി. യാത്രാമധ്യേ ശ്വസിക്കാൻ വായുവോ കുടിക്കാൻ ഒരിറ്റ് വെള്ളമോ കിട്ടാതെ ബോഗിയിൽ വെച്ച് പകുതിയിലധികം പേരും മരണപ്പെട്ടു. ഇതിനെയാണ് വാഗൺ കൂട്ടക്കൊല അഥവാ വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. ഇനി ഇവിടെ തിരൂരങ്ങാടി, പൂക്കോട്ടൂർ, പാണ്ടിക്കാട് സംഘർഷങ്ങളെ പറ്റി കൊടുത്തിട്ടുണ്ട്. അത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ എന്താണ്? പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചു. അപ്പൊ ഇതിനെ തുടർന്ന് തിരൂരങ്ങാടിയിലും പൂക്കോട്ടൂരും പാണ്ടിക്കാടും ഒക്കെ ഉടലെടുത്ത സംഘർഷങ്ങളാണിത്. എന്തുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 9 അഖിലേന്ത്യാ വ്യാപകമായി ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ മറ്റ് ഗാന്ധിയൻ സമരങ്ങളിൽ നിന്നും വിഭിന്നമായി അക്രമ സ്വഭാവത്തോടെയുള്ള സമരമായി ഇത് മാറി. കേരളത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ മേഖലകളിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കമുള്ള ജനവിഭാഗങ്ങൾ സമരത്തിൽ സജീവമായി പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. അപ്പൊ ഇവിടെ എന്താ പറയണേ? ക്വിറ്റ് ഇന്ത്യ സമരം മുമ്പ് നമ്മൾ കണ്ട നിയമലംഘന പ്രസ്ഥാനമോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള നിസ്സഹകരണ പ്രസ്ഥാനമോ പോലെ അത്ര എന്താണ് നോൺ വയലന്റ് ആയിട്ട് നടക്കണം എന്ന് പറയാനുള്ള ലീഡേഴ്സ് ഇവിടെ ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇതെന്താണ്? ഭയങ്കര വയലന്റ് ആയിട്ടാണ് ഈ ക്വിറ്റ് ഇന്ത്യ സമരം പോയത്. അപ്പം എന്താണെന്ന് വെച്ചാൽ പ്രധാന നേതാക്കളെല്ലാവരും ജയിലിൽ അടയ്ക്കപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് ഭയങ്കര അക്രമ സ്വഭാവത്തോടെയാണ് ഈ ഒരു സമരം മുന്നോട്ട് പോയത്. കൂടാതെ കേരളത്തിലെ എല്ലാ ഭാഗത്തും, മലബാർ, കൊച്ചി, തിരുവിതാംകൂർ തുടങ്ങിയ എല്ലാ ഭാഗത്തും സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കമുള്ള ജനവിഭാഗങ്ങൾ സജീവമായിട്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കീഴരിയൂർ ബോംബ് കേസിലേക്ക് വരുമ്പം, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കീഴരിയൂരിൽ വെച്ച് ഒരു വിഭാഗം സമരക്കാർ ബോംബ് നിർമ്മിച്ചു. അപ്പൊ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്ക് കേട്ടോ, കൊയിലാണ്ടിയുടെ അടുത്തുള്ള കീഴരിയൂരിൽ. ഇനി വിവിധയിടങ്ങളിൽ ആളപായമില്ലാതെ ബോംബ് പൊട്ടിച്ച് ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? 1942 നവംബർ 17-ന്. 1942 നവംബർ 17-നായിരുന്നു ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച സ്ഫോടനങ്ങൾ നടന്നത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ KB മേനോൻ ഉൾപ്പെടെയുള്ളവരെ ബ്രിട്ടീഷ് പോലീസ് പിടികൂടുകയും കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. അപ്പൊ KB മേനോന്റെ മുൻവർഷം ചോദിച്ചിട്ടുള്ളതാ കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത മലയാളി ആരാണ് എന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. ഡോക്ടർ KB മേനോൻ കേട്ടോ, അത് ശ്രദ്ധിക്കുക. പിന്നെ കീഴരിയൂർ ബോംബ് കേസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏതാണ് വർഷം? 1942. ഇനി ആ കാലത്ത് കൊച്ചിയിലെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ദേശീയ പ്രസ്ഥാനമൊക്കെ വളർന്നു വരുന്ന ആ ഒരു സമയത്ത് കൊച്ചിയിൽ എന്തായിരുന്നു സിറ്റുവേഷൻ? രാജവാഴ്ച നിലനിന്നിരുന്ന കൊച്ചിയിൽ ബ്രിട്ടീഷ് പരമാധികാരം സ്ഥാപിക്കപ്പെട്ടതു മുതൽ അതിനെതിരായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സദ്ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ആദ്യകാല പ്രക്ഷോഭങ്ങളുടെ ലക്ഷ്യം. പിന്നീട് രാഷ്ട്രീയ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരങ്ങൾ ആരംഭിച്ചു. അപ്പം അങ്ങനെ കുറേ സമരങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇലക്ട്രിസിറ്റി സമരം. അപ്പം ഇലക്ട്രിസിറ്റി സമരം നടക്കുന്നത് തൃശ്ശൂരിലാണ്. പിന്നെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചി, മലബാർ, തിരുവിതാംകൂർ അങ്ങനെ 3 രാജ്യങ്ങളായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ കൊച്ചി രാജ്യത്തിലാണ് തൃശ്ശൂർ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി സമരം നടന്ന രാജ്യം കൊച്ചിയാണ്. എവിടെയാണ്? എക്സാക്ട് സ്ഥലം ചോദിച്ചാൽ തൃശ്ശൂരിലാണ് കേട്ടോ. അപ്പൊ തൃശ്ശൂരില് വൈദ്യുതി വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ കൊച്ചിയിലെ ദിവാനായ RK ഷൺമുഖം ചെട്ടി തീരുമാനിച്ചു. അപ്പൊ ആരാണ് ദിവാനായിരുന്നത്? RK ഷൺമുഖം ചെട്ടി. ഇതിനെതിരെ 1936-ൽ ജനകീയ പ്രക്ഷോഭമുണ്ടായി. സമരത്തെ ഗവൺമെന്റ് അടിച്ചമർത്തിയെങ്കിലും ജനങ്ങളെ പ്രക്ഷോഭ രംഗത്തിറക്കാൻ ഈ സമരം സഹായകമായി. അപ്പൊ എന്താണ്? 1936-ലാണ് തൃശ്ശൂരിലാണ് ഇലക്ട്രിസിറ്റി സമരം നടക്കുന്നത്. അവിടുത്തെ ദിവാൻ ആരായിരുന്നു? RK ഷൺമുഖം ചെട്ടി. അപ്പൊ ഇത് എന്തുണ്ടായി? ഈ ഒരു സമരം വന്നതോടുകൂടി ജനങ്ങൾക്കൊരു എന്താ പറയുക, ഒരു മൂവ്മെന്റിലേക്ക് പോകാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടായി അല്ലെ. അപ്പം ഈ ഒരു സമരത്തിന്, ഇലക്ട്രിസിറ്റി സമരത്തിന് അടിച്ചമർത്തി എന്നുണ്ടെങ്കിൽ പോലും ജനങ്ങളെ ആ ഒരു പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത് സഹായിച്ചു എന്നാണ് പറയുന്നത്. ഇനി കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ഉത്തരവാദ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ 1941-ൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന പേരിൽ ഒരു സംഘടന രൂപീകൃതമായി. ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അപ്പൊ ആരൊക്കെയാണ്? ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ കേട്ടോ. ഈ പേരുകൾ ഉറപ്പായിട്ട് ഓർത്തിരിക്കുക. ചിലപ്പോൾ നമ്മളോട് ഇത് തെറ്റിച്ച് തരും. കൊച്ചി രാജ്യത്തിന് പകരം തിരുവിതാംകൂർ പ്രജാമണ്ഡലം എന്നൊക്കെ അങ്ങനെ സ്റ്റേറ്റ്മെന്റിൽ തരാം. അതിന്റെ നേതാക്കളായിരുന്നു ഈ പറഞ്ഞ ആളുകൾ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് തരും. അപ്പൊ നമ്മൾ ഓർത്തിരിക്കണം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളായിരുന്നു ഈ പറഞ്ഞ ആളുകളൊക്കെ. ഇനി ഉത്തരവാദ ഭരണം ലഭിക്കുന്നതിന് വേണ്ടി ദേശവ്യാപകമായി സമരം നടത്താൻ തീരുമാനിക്കുകയും 1946 ജൂലൈ 29-ന് ഉത്തരവാദ ഭരണ ദിനമായി ആചരിക്കുകയും ഉണ്ടായി. അപ്പൊ എന്നാണ് ഉത്തരവാദ ഭരണ ദിനമായിട്ട് ആചരിച്ചത്? 1946 ജൂലൈ 29 കേട്ടോ, ഓർത്തിരിക്കുക. പിൽക്കാലത്ത് പ്രജാമണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിച്ചു. ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി കൊച്ചിയിൽ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേറ്റു. അപ്പൊ കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് വന്നത് ആരാണ്? ഇക്കണ്ട വാര്യർ. ഇക്കണ്ട വാര്യർ കേട്ടോ, ഓർത്തിരിക്കാം. ഇത്രയും ഫാക്റ്റാണ് കൊച്ചിനെ പറ്റി പറയാനുള്ളത്. ഇനി തിരുവിതാംകൂറിൽ എന്തായിരുന്നു അവസ്ഥ? തിരുവിതാംകൂറിൽ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ തട്ടി ഉണർത്തിയ ആദ്യകാല പ്രക്ഷോഭങ്ങളായിരുന്നു മലയാളി മെമ്മോറിയലും അതുപോലെ ഈഴവ മെമ്മോറിയലും. അപ്പൊ ഏതൊക്കെയാണ് ആദ്യകാല പ്രക്ഷോഭങ്ങൾ? മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും. ഇനി മലയാളി മെമ്മോറിയൽ എന്താണ്? തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം. അപ്പൊ മലയാളി മെമ്മോറിയൽ എന്താ പറഞ്ഞ, ആ സമയത്ത് അവിടെ കുറെ തമിഴ് ബ്രാഹ്മിൻസ് ഒക്കെ ഉണ്ടായിരുന്നു തിരുവിതാംകൂർ ഭാഗത്ത്. അപ്പം അവർക്കൊക്കെ ഈ സർക്കാർ ജോലികളിൽ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരായിട്ട് അവരൊക്കെ ഇരിക്കുന്നത് ഇവിടുത്തെ മലയാളികൾക്ക് അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവരെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ള രീതിയിലായിപ്പോയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക്, അവിടുത്തെ മലയാളികൾക്ക് സർക്കാർ ജോലികളിൽ മുൻഗണന കൊടുക്കണം, അവർക്ക് വേണ്ട പ്രാതിനിധ്യം ലഭിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന സംഭവം മുന്നോട്ടേക്ക് വെക്കുന്നത്. 1891 ജനുവരി 1-ന് ഈ ആവശ്യം ഉന്നയിച്ച് ജനങ്ങൾ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് സമർപ്പിച്ചു. ആരായിരുന്നു നേതാവ്? GP പിള്ളയായിരുന്നു കേട്ടോ. ബാരിസ്റ്റർ GP പിള്ളയായിരുന്നു മലയാളി മെമ്മോറിയലിന്റെ നേതാവ്.
അപ്പൊ ആ വർഷം ഓർത്തിരിക്കുക 1891 ജനുവരി 1. ഇനി ഈഴവ മെമ്മോറിയൽ ഇതുപോലെ തന്നെ മലയാളി മെമ്മോറിയലിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് തന്നെ വന്നതാണ്. അവിടെ എന്താ പറയുന്നത്, സർക്കാർ സർവീസിൽ ഈഴവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം വേണമെന്നാണ് പറയുന്നത്. അപ്പൊ ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യം വേണമെന്നാണ് ഈഴവ മെമ്മോറിയലിൽ പറയണേ. ഏതായിരുന്നു വർഷം? 1896 സെപ്റ്റംബർ 3 കേട്ടോ. അപ്പൊ 1896 സെപ്റ്റംബർ 3 ഈഴവ സമുദായ അംഗങ്ങൾ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് സമർപ്പിച്ചു. ഇവിടുത്തെ നേതാവ് ആരായിരുന്നു? ഡോക്ടർ പി പൽപു. അപ്പൊ ഡോക്ടർ പി പൽപു ഈഴവ മെമ്മോറിയലിന്റെ നേതാവ്. അദ്ദേഹം മലയാളി മെമ്മോറിയലിന്റെയും ഭാഗമായിരുന്നു. പക്ഷെ ഇവിടെ പ്രധാന നേതാവ് ആരായിരുന്നു? ജി പി പിള്ള. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. അടുത്തത് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ്. തിരുവിതാംകൂറിൽ നടന്ന ശക്തമായ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു 1932 നിവർത്തന പ്രക്ഷോഭം. അപ്പൊ ഏതാ വർഷം? 1932 കേട്ടോ. മലയാളി മെമ്മോറിയൽ 91, 1891, ഈഴവ മെമ്മോറിയൽ 1896, നിവർത്തന പ്രക്ഷോഭം 1932. ഇതൊക്കെ ക്രോണോളജി ചോദിക്കാം, കാലക്രമത്തിൽ എഴുതാൻ പറയാം. അപ്പൊ അതുകൊണ്ട് വർഷങ്ങളെല്ലാം ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച വർഷങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇനി ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ വിഭാഗക്കാർ രാഷ്ട്രീയ സമിതി രൂപീകരിച്ച് സംയുക്തമായാണ് പ്രക്ഷോഭം നയിച്ചത്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നതായിരുന്നു ആവശ്യം. സി കേശവൻ, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ് എന്നിവർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. അപ്പൊ ആരൊക്കെയായിരുന്നു? സി കേശവൻ, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ് എന്നിവർ ട്ടോ. അപ്പൊ എന്താണ് ഇവിടെ അവര് മുന്നോട്ട് വെച്ച ആവശ്യം? സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായിട്ട് എന്ത് വേണം? സംവരണം വേണം, റിസർവേഷൻ വേണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അഥവാ നിവർത്തന പ്രക്ഷോഭം. ഇനി നിവർത്തനം എന്താണെന്ന് പറയുന്നുണ്ട്. സിവിൽ നിയമലംഘനത്തിൽ നിന്നും നിസ്സഹകരണത്തിൽ നിന്നും വേർതിരിച്ച് കാണിക്കാനാണ് പ്രക്ഷോഭത്തെ നിവർത്തനം എന്ന് വിശേഷിപ്പിച്ചത്. ഈ പേര് നൽകിയത് ആരാണ്? IC ചാക്കോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കാട്ടോ. നിവർത്തനം എന്ന പേര് നൽകിയത് IC ചാക്കോ എന്ന ഭാഷാ പണ്ഡിതനാണ്. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു. പട്ടം താണുപിള്ളയായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്. അപ്പൊ ആരാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ള കേട്ടോ. പേര് ഓർത്തിരിക്കുക. നിവേദനങ്ങളിലൂടെയും പ്രത്യക്ഷ സമര പരിപാടികളിലൂടെയും ഇവർ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു. അപ്പൊ പട്ടം താണുപിള്ളയുടെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സ്വദേശാഭിമാനി പത്രം. അപ്പൊ നമ്മൾ നേരത്തെ വക്കം അബ്ദുൽ ഖാദർ മൗലവിനെ പഠിച്ചപ്പം പറഞ്ഞു, അദ്ദേഹമാണ് ഈ ഒരു സ്വദേശാഭിമാനി പത്രം എസ്റ്റാബ്ലിഷ് ചെയ്തത്. പക്ഷെ ഇതിലൂടെ ഫേമസ് ആയത്, സ്വദേശാഭിമാനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അതിന്റെ എഡിറ്റർ ആയിരുന്ന കെ രാമകൃഷ്ണ പിള്ളയാണ്. അപ്പൊ സ്വദേശാഭിമാനി എന്ന് അറിയപ്പെട്ടിരുന്നത് കെ രാമകൃഷ്ണ പിള്ളയാണ്. പക്ഷെ പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. ആരായിരുന്നു സ്ഥാപിച്ചത്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് പത്രം സ്ഥാപിച്ചത്. ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു കെ രാമകൃഷ്ണ പിള്ള. സർക്കാരിന്റെ തെറ്റായ നയങ്ങളെയും അഴിമതികളെയും പത്രത്തിലൂടെ അദ്ദേഹം തുറന്നെതിർത്തിരുന്നു. തിരുവിതാംകൂർ ദിവാനായിരുന്ന പി രാജഗോപാലാചാരിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു ലേഖന പരമ്പര അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി. അപ്പൊ ആ സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? പി രാജഗോപാലാചാരി കേട്ടോ. ഇതിനെ തുടർന്ന് രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തുകയും സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും ചെയ്തു. ഇനി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ തൽപരരായ കോൺഗ്രസ് പ്രവർത്തകർ 1934 കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് വെച്ച് യോഗം ചേർന്നു. അപ്പൊ എവിടെയാണ്? 1934 ആരുടെ അധ്യക്ഷതയിലാണ്? കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ വെച്ചിട്ട് കോഴിക്കോട് വെച്ചാണ് യോഗം ചേരുന്നത് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ അവർ തീരുമാനിച്ചു. പി കൃഷ്ണപിള്ള, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ എന്നിവരാണ് ഈ വിഭാഗത്തെ നയിച്ചത്. അപ്പൊ ആരൊക്കെയായിരുന്നു? പി കൃഷ്ണപിള്ള, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ എന്നിവർ കേട്ടോ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധി കർഷക സമരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സമരമാണ് ഏത്? പുന്നപ്ര വയലാർ സമരം. തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെയും ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുമായിരുന്നു ഈ സമരം. അപ്പൊ ആർക്കെതിരെയാണ്? CP രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ കേട്ടോ. ഇനി ആലപ്പുഴയിലെ പുന്നപ്രയിലും വയലാറിലും നടന്ന സമരമായതിനാൽ ഇത് പുന്നപ്ര വയലാർ സമരം എന്നും അറിയപ്പെടുന്നു. 1946 വർഷം ഓർത്തിരിക്കുക. 1946 കർഷകരും തൊഴിലാളികളും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടത്തിയത്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട് ചോദിക്കാം. അതുകൊണ്ട് ഈ ഒരു കാര്യം, പുന്നപ്ര വയലാർ സമരത്തെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ എന്തായാലും വായിച്ചിരിക്കാം കേട്ടോ. പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള സ്ത്രീ മുന്നേറ്റം. അപ്പൊ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ഒരാളെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആരാണ്? കൗമുദി ടീച്ചർ. അപ്പം മഹാത്മജി,
കേരളത്തിലെത്തിയപ്പം ഇവിടെ എന്താണ്, നമ്മുടെ ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന വിധം എന്തെങ്കിലും സംഭാവന വേണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ ആ പ്രസംഗത്തിനൊടുവിൽ എവിടെയാണ്, വടകരയിലെ ഒരു പൊതുയോഗത്തിലാണ് കേട്ടോ മഹാത്മാഗാന്ധി ഈ കാര്യം പറയുന്നതൊക്കെ. അപ്പം ആ ഒരു സമയത്ത് കൗമുദി ടീച്ചർ അന്ന് ചെറിയൊരു പെൺകുട്ടിയായിരുന്നു, 10-13 വയസ്സുള്ളൊരു ചെറിയ പെൺകുട്ടിയാണ്. അവരെന്ത് ചെയ്തത്, തൻ്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഊരി നേരെ കൊണ്ട് ചെന്ന് ഗാന്ധിജിയെ ഏൽപ്പിച്ചു. അപ്പം ആ ഒരു ഇവന്റിന്റെ പേരിലാണ് കൗമുദി ടീച്ചർ ഓർക്കപ്പെടുന്നത്. അപ്പം കൗമുദി ടീച്ചർ അങ്ങനെയാണ് ഫേമസ് ആയത് കേട്ടോ. അപ്പം അത് ഓർത്തിരിക്കുക, എവിടെയാണ്, വടകരയിൽ നടന്ന പൊതുയോഗത്തിൽ വെച്ചിട്ട്. ഇനി മേൽപ്പറഞ്ഞ ചരിത്ര സംഭവം വായിച്ചല്ലോ. ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ആഭരണം ധരിക്കാതെ ഖാദി മാത്രം ധരിച്ച് ലളിത ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു കൗമുദി ടീച്ചർ. ഇങ്ങനെ നിരവധി മലയാളി സ്ത്രീകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആരാണ്, മലബാറിൽ AV കുട്ടിമാളു അമ്മയും അമ്മു സ്വാമിനാഥനും. ആരാണ് മലബാറിൽ കേട്ടോ, AV കുട്ടിമാളു അമ്മയും അമ്മു സ്വാമിനാഥനും. ഒരു ചോദ്യം മുമ്പ് വന്നിട്ടുണ്ട്, ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ മലബാറിൽ പ്രവർത്തകയായിരുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൽ കറക്റ്റ് AV കുട്ടിമാളു അമ്മയായിരുന്നു. ഇനി തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാൻ, അതുപോലെ ആനി മസ്ക്രീൻ തുടങ്ങിയവരും. അപ്പം ഇവരൊക്കെ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് കേട്ടോ. ഇനി സി കുഞ്ഞിക്കാവമ്മ അവരുടെ പ്രത്യേകത എന്താണ്, എങ്ങനെയാണ് അവർ ഫേമസ് ആയത്? ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചപ്പോൾ സ്വർണ്ണ നൂലിൽ കോർത്ത ഒരു തുളസിമാല മകനെ കൊണ്ട് ഗാന്ധിജിയുടെ കഴുത്തിൽ അണിയിച്ചു. അപ്പൊ ഗാന്ധിജി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഉപഹാരം ഞാൻ സ്വീകരിക്കണമെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഖാദി വസ്ത്രം മാത്രമേ ധരിക്കുള്ളൂ എന്ന് എനിക്ക് വാക്ക് നൽകണം എന്ന് പറഞ്ഞു. അപ്പൊ ഗാന്ധിജി ആ പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് പിന്നീട് തന്റെ ജീവിതാവസാനം വരെ ഖാദി വസ്ത്രം മാത്രം ധരിച്ചാണ് കുഞ്ഞിക്കാവമ്മ ജീവിച്ചത്. അത് കൂടാതെ തന്നെ ഒരുപാട് സമരങ്ങളുടെ ഭാഗമാവുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇതാണ്, 1938 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഹരിജനോദ്ധാരണം, ഖാദി പ്രചാരണം എന്നിവയിലും സജീവമായിരുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, 1938 കേട്ടോ KPCCയുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ ഹരിജനോദ്ധാരണം, ഖാദി പ്രചരണത്തിലും സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഇനി ഇവിടെ സംസ്ഥാന രൂപീകരണത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ സംസ്ഥാന രൂപീകരണത്തിനെ പറ്റി പറയുമ്പോൾ, സംസ്ഥാന രൂപീകരണത്തിന് മുന്നോടിയായിട്ട് ഇവിടെ ഈ ഒരു ഐക്യ കേരളം ഫോർമേഷനും മുമ്പായിട്ട് എന്തൊക്കെ നടന്നിട്ടുണ്ട്, പ്രധാനമായിട്ടും ഇത് ഓർത്തിരിക്കുക. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ. അപ്പൊ അവിടെ ഒരു പ്രമേയം പാസ്സാക്കുകയുണ്ടായി. പിന്നീടാണ് തിരുക്കൊച്ചി രൂപീകരിക്കുന്നത്. പിന്നെ തിരുക്കൊച്ചി രൂപീകരണത്തിന് ശേഷം 1956 എന്തുണ്ടാവുന്നത്, മലബാറും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് കേരളം രൂപീകൃതമാവുന്നത്. പിന്നെ പ്രധാനപ്പെട്ടത് ഇതാണ്, 1921 ഒറ്റപ്പാലത്ത് നടന്ന അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. 1928 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം ഭാവിയിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പം ഇത് ഓർത്തിരിക്കുക, ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടന്നത്. ഏത് വർഷമാണ്? 1928. അങ്ങനെ ഇതിനെ തുടർന്ന് ഐക്യ കേരളം എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് അതിന്റെ കൺവെൻഷനുകൾ നടക്കുകയുണ്ടായി. അതിൽ 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി രൂപീകരിച്ചത് കേരള സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പായിരുന്നു. അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇവിടെ കൊതിക്കല്ല് എന്ന് പറയുന്ന ഒരു കല്ലിനെ പറ്റി പറയുന്നുണ്ട്. അതെന്താണ്? കൊച്ചി, തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന കല്ലുകളാണ് കൊതിക്കല്ല്. അപ്പൊ കൊച്ചി, തിരുവിതാംകൂറിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് കൂട്ടിയിട്ടാണ് ഈ കൊതിക്കല്ല് എന്നുള്ള സംഭവം സ്ഥാപിക്കുന്നത് കേട്ടോ. ഇനി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായുള്ള ഫസൽ അലി കമ്മീഷൻ രൂപീകൃതമായി. അപ്പൊ നമ്മൾ ഫസൽ അലി കമ്മീഷൻ ഇന്ത്യൻ ഹിസ്റ്ററി നോക്കിയപ്പോഴും പറഞ്ഞായിരുന്നു. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാറിനെയും തിരുക്കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നു. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് ഓർത്തിരിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന്. അപ്പൊ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തോട്, അതായത് ഇന്നത്തെ തമിഴ്നാടിനോട് ചേർത്തു. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ് താലൂക്കിനെ കേരളത്തോട് കൂട്ടിച്ചേർത്തു. അപ്പൊ കേരളത്തിലേക്ക് എന്ത് കിട്ടി? കാസർഗോഡിനെ കിട്ടി. നമ്മൾ എന്തൊക്കെ കൊടുത്തു? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ അങ്ങോട്ട് കൊടുത്തു.
ഇനി 1957 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയും April 5-ന് EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേൽക്കുകയും ചെയ്തു. അപ്പൊ എപ്പോഴാണ് ആദ്യ മന്ത്രിസഭ കേരളത്തിൽ, അതായത് ഐക്യ കേരളത്തിന്റെ ആദ്യ മന്ത്രിസഭ ആരായിരുന്നു? പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയാ? EMS ആയിരുന്നു ആദ്യത്തെ മുഖ്യമന്ത്രി. 1957 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. April 5-നാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇതിനി 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ആണ്. അതിൽ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഇതിൽ കേരള നവോത്ഥാനത്തിലും അതുപോലെ തന്നെ ഇന്ത്യൻ നവോത്ഥാനത്തിലും കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ നമുക്ക് പ്രധാനപ്പെട്ടതൊന്നും ഓടിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ഇതിലിവിടെ അയ്യങ്കാളിയെ പറ്റി പറയുന്നുണ്ട്, ഊരൂട്ടമ്പലത്തെ സർക്കാർ UP സ്കൂളിനെ പറ്റിയിട്ട്. അപ്പം ഈ ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂളിൽ വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ട് അയ്യങ്കാളിയെ സംബന്ധിച്ചിട്ടുള്ളത്. അവിടെ എന്താണ്, പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈ പിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിന്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീവച്ചു. പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ, പഞ്ചമി എന്ന് പറയുന്ന ഒരു ദളിത് ബാലികയെ ആ സ്കൂളിൽ അതിന് പ്രതിഷേധിച്ച് അതിന്റെ ഭാഗമായിട്ട് എന്താണ്, ജന്മിമാര് അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയും അതിനെ എതിർത്തുകൊണ്ട് അയ്യങ്കാളി ഇവർക്ക് വേണ്ടി വാദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എവിടെയാണ് ഇത് നടന്നത്? ഊരൂട്ടമ്പലത്തുള്ള സർക്കാർ UP സ്കൂളിലാണ് കേട്ടോ. ഇനി പ്രധാനപ്പെട്ട കുറച്ച് നവോത്ഥാന നായകരെ, ഇതില് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. ആ ടേബിള് നമ്മൾ കാണിച്ചല്ലോ, അതൊന്ന് പഠിച്ചു പോവുക. ഇനി ഇവിടെ പറയുന്നതിൽ ഈ ഒരു സംഭവം ഓർത്തിരിക്കുക. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയത് ശ്രീനാരായണ ഗുരു ആയിരുന്നു. മറ്റ് നവോത്ഥാന നായകർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഇലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹനാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ. ഇവരെ പറ്റിയൊക്കെ നമ്മൾ ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവാം. ഇനി ദേശീയ തലത്തിൽ പ്രധാനപ്പെട്ട 1-2 നവോത്ഥാന നായകരെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് വായിച്ചു പോവാം കേട്ടോ. അപ്പൊ ജ്യോതിറാവു ഫൂലെ, ആ ഇയർ നോക്കുക, 1827 മുതൽ 90 വരെയാണ്. അപ്പൊ ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവു ഫൂലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫൂലെ സ്ഥാപിച്ചു. അപ്പൊ ഈ ദളിത് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ജ്യോതിറാവു ഫൂലെയാണ്. ഇനി സാവിത്രിബായ് ഫൂലെ, പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു ആര്? സാവിത്രിബായ് ഫൂലെ. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിബായ് ഫൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. ഇനി പെരിയാർ EV രാമസ്വാമി നായ്ക്കറെ പറ്റി പറയുന്നുണ്ട് അല്ലെ. ഏതാണ്ട് വർഷം വരുന്ന 1879 മുതൽ 1973 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലയളവ് എന്ന് പറയുന്നത്. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതി വിരുദ്ധ സമരനായകരിൽ ഒരാളുമാണ്. അപ്പൊ സ്വാഭിമാന പ്രസ്ഥാനം, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് അല്ലെ. ഇനി സാമൂഹിക പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിൽ ഊന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു ആര്? പെരിയാർ കേട്ടോ. ഇനി ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോവാ. നഞ്ചിയമ്മ വാര്യർ എൽവിനൊക്കെ പറഞ്ഞിട്ട് അത്ര ഇതല്ല. പിന്നെ പണ്ഡിത രമാബായി പ്രധാനപ്പെട്ടതാണ്. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തി. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഇനി BR അംബേദ്കർ, ഇന്ത്യൻ ഭരണഘടനാ ശില്പി, ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തന്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. ഇനി ഇവിടെ ഡോക്ടർ പുന്നൻ ലൂക്കോസും EK ജാനകി അമ്മാളും പറയുന്നുണ്ട്. അതിൽ പുന്നൻ ലൂക്കോസ് മുൻപ് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ചോദ്യം വന്നിട്ടുണ്ട്. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തയായി. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു ആര്? ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഇനി EK ജാനകി അമ്മാള്, കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞ. അപ്പം EK ജാനകി അമ്മാൾ ആരായിരുന്നു? സസ്യശാസ്ത്രജ്ഞയായിരുന്നു അല്ലെ. ഇനി കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. അപ്പൊ 1977 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചതും ആരെയാണ്? EK ജാനകി അമ്മാളിനെയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമുക്കിനി ഇവിടെ നിന്ന് വന്നിട്ടുള്ള PYQസും കൂടെ കുറച്ച് നോക്കാം കേട്ടോ.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഏതാണ്? സവർണ ജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്, ശരിയാണ്. ഇ.വി. രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. അപ്പൊ ഇതിൽ നമുക്ക് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കണ്ട വഴിക്ക് അറിയാലോ. ക്ഷേത്രപ്രവേശനം അല്ല, എന്തായിരുന്നു? സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിലൂടെ എല്ലാ വർണ്ണത്തിൽപ്പെട്ടവർക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ക്ഷേത്രപ്രവേശനം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിരുന്നു, അല്ലെ? അപ്പൊ 4 എലിമിനേറ്റ് ചെയ്താൽ തന്നെ നമുക്കറിയാം ബി അല്ല, സി അല്ല, അതുപോലെ ഡി എല്ലാം ശരിയല്ല. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി അടുത്ത ചോദ്യം, 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? അപ്പൊ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി, ശരിയാണ്. രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്, ആണോ? അല്ല. രാജ്മഹൽ കുന്നുകളിൽ ഏതാണ്? നമ്മുടെ സന്താൽ റിവോൾട്ട് നമ്മൾ പഠിച്ചത്, അല്ലെ? ഇന്ത്യൻ റിനൈസൻസിന്റെ ഇതിലും ഇന്ത്യൻ റിനൈസൻസ് അല്ല, സോറി, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇന്ത്യയിൽ നടന്ന പോരാട്ടങ്ങളെ പറ്റിയിട്ട് പഠിച്ചതിലാണ് വരുന്നത്, അല്ലെ? അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു, അതും തെറ്റാണ്. വില്യം ലോഗൻ കമ്മീഷൻ എന്തിനാണ്? മലബാർ കലാപത്തിനെ പറ്റി പഠിക്കാനാണ് വന്നത്, അല്ലെ? കുറിച്യ കലാപമായിട്ടല്ല. അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്താ? ശരിയായിരിക്കും, അല്ലെ? കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 1ഉം 4ഉം ആണ് ഇവിടെ ശരി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. ഇനി അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ഇനി അടുത്തത്, ബാരിസ്റ്റർ ജി.പി. പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? അപ്പൊ ജി.പി. പിള്ള എന്തായിരുന്നു? മലയാളി മെമ്മോറിയൽ, അല്ലെ? ഇഴവ മെമ്മോറിയൽ ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആയിരുന്നു. ഇനി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം, വിമോചന സമരം, സവർണ ജാഥ, സത്യാഗ്രഹം, പന്തിഭോജനം, ഏതാണ്? വൈക്കം സത്യാഗ്രഹവുമായിട്ട് സവർണ ജാഥ അത് നയിച്ചത് ആരായിരുന്നു? അപ്പൊ സവർണ ജാഥ നയിച്ചത് ആരാണെന്ന് ഓർമ്മയുള്ളവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. സവർണ ജാഥ നയിച്ചത് ആരാന്ന് ഓർത്തിരിക്കാം. ഇനി കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ. അപ്പൊ സമത്വ സമാജം ആരുടെയാണ്? വൈകുണ്ഠ സ്വാമികളാണ്, അല്ലെ? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം. അപ്പൊ ഡയറക്റ്റ് ബ്രിട്ടീഷ് റൂളിന്റെ കീഴിലുണ്ടായിരുന്ന പ്രദേശം റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്, ഏതാണ്? മലബാർ ആണ്, അല്ലെ? ഇനി നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? നിവർത്തന പ്രക്ഷോഭത്തിന്റെ അബ്സ്റ്റൻഷൻ മൂവ്മെന്റിന്റെ എന്തായിരുന്നു? ഭൂപരിഷ്കരണം, നിയമനിർമ്മാണ സഭയിലെ പ്രാതിനിധ്യം, ക്ഷേത്രപ്രവേശനം, വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ. ഇതിൽ ഏതാണ് ആപ്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, അല്ലെ? നിയമനിർമ്മാണ സഭയിലെ പ്രാതിനിധ്യം. അടുത്തത്, സാധുജന പരിപാലന സംഘം ആരാണ് സ്ഥാപിച്ചത്? സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്, അല്ലെ? ഇനി SNDP ആണെങ്കിലോ? ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം ശ്രീനാരായണ ഗുരു ആണ്. അടുത്തത്, 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഏത് തിരുവിതാംകൂറിലെ മഹാരാജാവാണ്? അപ്പം ഏത് രാജാവാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? അപ്പൊ കേരളത്തിൽ നിന്ന് നമ്മൾ വിട്ടുകൊടുത്തത് ഏതൊക്കെയാണ് ഐക്യ കേരളം വന്നപ്പോ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. അടുത്തത്, വാഗൺ ട്രാജഡി നടന്ന വർഷം. ഇതിലെ ഓപ്ഷൻസ് തെറ്റാണ് കേട്ടോ. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 ആണ് കേട്ടോ. 1921 ആണ്, 1921. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ക്യാൻസൽഡ് ആണ്. ഇനി കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? ഏതായിരുന്നു? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എത്രയാണ്? 1924 ആണ്. അപ്പോൾ 2024 അതിന് 100 വർഷം തികയാണ്. ഇനി കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി കേളപ്പൻ. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പൊ തെറ്റായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, ശരിയാണ്. വൈകുണ്ഠസ്വാമികൾ ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം വൈകുണ്ഠസ്വാമികളാണോ? അല്ല, വാഗ്ഭടാനന്ദനാണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, ശരിയാണ്. ഇനി അയ്യങ്കാളി സമത്വ സമാജം, അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെ? അപ്പൊ ഇവിടെ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്തത്, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആര്? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ. ആരാണ്? മന്നത്ത് പത്മനാഭൻ ആണ് ശരി ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപ കാരണമായി, ശരിയാണ്.
ഇനി ഗോത്രക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. തിരുവിതാംകൂറിലെ രാജാവായിരുന്നു പഴശ്ശിരാജ. അപ്പൊ ഇതിലെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാന്ന് നമുക്കറിയാം. പിന്നെ വയനാട്ടിലെ കോൽക്കാർ എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ ഫോഴ്സ് ആണ്. ഈ പോലീസുകാരെയൊക്കെ പോലെ ഉണ്ടായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമിച്ച ഒരു സ്പെഷ്യൽ ഫോഴ്സ് ആണ്. അപ്പൊ കോൽക്കാരുടെ സഹായത്തോടെയാണ് അവർ ആ താവളം കണ്ടെത്തിയത്. അതും ശരിയാണ്. അപ്പൊ ഇവിടെ 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനാണ്. ഇനി ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്ന സ്ഥലം എവിടെയാണ്? പയ്യന്നൂരിലാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. പയ്യന്നൂരിലാണ്. നമ്മൾ പറഞ്ഞതാണ് അല്ലെ. 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആർക്കാണ്? കേളപ്പനാണ്. കേളപ്പൻ എന്താണ്? ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അതുപോലെ വൈക്കം സമരം, സത്യാഗ്രഹം, അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിലൊക്കെയാണ് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത് അല്ലെ. ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? കുറിച്യ കലാപം, വൈക്കം സത്യാഗ്രഹം, പഴശ്ശി കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം. ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് പഴശ്ശി കലാപമാണ് കേട്ടോ. ഇനി താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം. അപ്പൊ മലബാറിലെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓർത്തിരിക്കാം, മലബാറിലെ 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം. ഇത് നമ്മൾ ഈ ചാപ്റ്ററിലുള്ളതല്ല, എന്നാലും നമുക്കത് അവിടെ വെക്കാം. ഇനി കീഴരിയൂർ ബോംബ് കേസ്, മുഹമ്മദ് അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് നിയമലംഘന സമരം, 1936 ഇലക്ട്രിസിറ്റി സമരം. ഇതിൽ നമുക്ക് ഉത്തരം അറിയുന്നത് ഓപ്ഷൻ അറിയാം അല്ലെ. ഇലക്ട്രിസിറ്റി സമരം എവിടെയാണ്? തൃശ്ശൂരാണ് നടന്നത്. തൃശ്ശൂര് കൊച്ചി രാജ്യത്തിലാണ് വരുന്നത്, മലബാറിലല്ല. അപ്പൊ അത് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് സിമ്പിൾ ആയിട്ട് എത്താൻ പറ്റും. ഇനി വയനാട്ടിലെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിക്കുന്നത്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. എല്ലാം ശരിയുത്തരങ്ങളാണ്. അപ്പൊ ഏതാണ് കറക്റ്റ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. എല്ലാം ശരിയുത്തരങ്ങളാണ്. അപ്പൊ നമ്മൾ SCRT ബേസ് ചെയ്തിട്ടുള്ള കേരള ഹിസ്റ്ററി, കേരള റിനൈസൻസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. SCRTയിലുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ നല്ല തെറോ ആയിട്ട് പഠിക്കുക. എക്സാമിന് മുമ്പ് ഉറപ്പായിട്ടും ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് വായിച്ചിരിക്കുക കേട്ടോ. പിന്നെ എന്താ, എല്ലാവർക്കും ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എക്സാമിന്. അപ്പോൾ ആ ഒരു സമയത്ത് ഇനി ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ. നല്ല രീതിയിൽ എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ താഴെ ബെല്ലൈക്കൺ അമർത്തിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ്, ക്വയറീസ് അല്ലെങ്കിൽ വേറെ എന്ത് കാര്യങ്ങളാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് നമ്മളെ അറിയിക്കുക. പിന്നെന്താണ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ് കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. Happy learning with Habitus.